മലയാളക്കരയ്ക്ക് ആദ്യത്തെ 100 കോടിയും 125 കോടിയും സമ്മാനിച്ച പുലിമുരുകൻ തെലുങ്ക് സംസാരിക്കാൻ ഇറങ്ങിയപ്പോഴും ആരാധകർ പ്രതീക്ഷിച്ചതും വൻ വിജയമാണ്. പ്രതീക്ഷകളെല്ലാം മഞ്ഞും പുലി കാത്തെന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ. ആന്ധ്രയിലും തെലങ്കാനയിലുമായി 350ഓളം തിയേറ്ററുകളിലാണ് ചിത്രം റിലീസ് ചെയ്തത്. മൊഴിമാറ്റ ചിത്രം ഇത്രയും തിയേറ്ററുകൾ റിലീസ് ചെയ്യുന്നത് ഇതാദ്യമായാണ്. തെലുങ്ക് പറഞ്ഞ പുലിമുരുകന് ആദ്യ ദിവസം മികച്ച പ്രതികരണമാണ് ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നും ലഭിക്കുന്നത്. മിക്കയിടത്തും തിയേറ്ററുകൾ ഹൗസ്ഫുള്ളാണ്. ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങൾക്കും മോഹൻലാലിന്റെ പ്രകടനത്തിനും മികച്ച പ്രതികരണമാണ് ലഭിച്ചിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിലേക്കുമുള്ള ടിക്കറ്റുകൾ വരെ ബുക്ക് ചെയ്താണ് ആരാധകർ മഞ്ഞും പുലിക്കായി കാത്തിരിക്കുന്നത്. തിരക്ക് കാരണം പല തിയേറ്ററുകളിലും പ്രത്യേകം ഷോയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജനതാ ഗാരേജിന് ശേഷം മോഹൻലാൽ തെലുങ്കിൽ മറ്റൊരു വൻ വിജയം സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് തെലുങ്ക് സിനിമാ ലോകത്ത് നിന്ന് ലഭിക്കുന്ന വിവരം. മലയാളം പതിപ്പ് 125 കോടി നേടിയെങ്കിൽ തെലുങ്ക് പതിപ്പ് ഉടൻ തന്നെ 150 കോടി കടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ജനതാ ഗാരേജിന് ശേഷം മോഹൻലാലിന് തെലുങ്കിലുള്ള ആരാധകരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടായിരുന്നു. ഇതും മഞ്ഞും പുലിയുടെ വിജയത്തിന് നിർണായകമായിട്ടുണ്ട്. തെലുങ്ക് പ്രേക്ഷകർക്കായി പുലിമുരുകനിലെ മുരുകന്റെ പേര് കുമാർ എന്ന് മാറ്റിയിട്ടുണ്ട്. മോഹൻലാൽ തന്നെയാണ് കുമാറിന് ശബ്ദം നൽകിയിരിക്കുന്നത്. ജനതാ ഗാരേജിൽ മറ്റൊരാളായിരുന്നു ശബ്ദം നൽകിയത്.